പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ അമേരിക്കയില് വമ്പൻ പ്രതിഷേധം. ട്രംപ് എന്ന ടവറിന്റെ മുന്നില് ട്രംപിന് നടുവിരൽ കാണിച്ചുകൊണ്ടിട്ടാണ് അതിശക്തമായിട്ടുള്ള പ്രതിഷേധം അമേരിക്കന്റെ ഓരോ പൗരനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോകം കണ്ട ഏറ്റവും നരഭോജകനായ ഒരു ഭരണാധികാരിയായിട്ട് ട്രംപ് മാറിയിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇന്ന് ലോകത്തിലുള്ള എല്ലാ രാജ്യത്തെയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിസന്ധിയിലാക്കി വിട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളെ കൊണ്ട് ഒരുപാട് മനുഷ്യർ ജീവിക്കുകയാണ്. ലോകത്ത് പല മനുഷ്യരും ഇന്ന് ആ മനുഷ്യർക്കെല്ലാം ദാരിദ്ര്യത്തിലേക്ക് വരാനുള്ള എല്ലാ സാഹചര്യവും ഈ ഒരു വിഡ്ഢിയായ ട്രംപ് കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, ഈ ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഒരിക്കലും ഒരു രാജ്യത്തിനും ഭീഷണിയല്ലായിരുന്നു. വെറുതെ ഇരിക്കുന്നവിടെ അവരുടെ രാജ്യത്തിൻ്റെ അകത്ത് പോയിട്ട് ചൊറിഞ്ഞ് ആവശ്യമില്ലാതെ ലോകത്തിന് മൊത്തം യുദ്ധ സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നു. എന്തായാലും അറബ് രാജ്യത്തിൽ 12 രാജ്യങ്ങൾ ഇറാനെതിരെ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം നശിക്കാൻ എല്ലാ സാഹചര്യമുണ്ട്. പക്ഷെ അവർ നശിക്കണം മുന്നേ ഈ ട്രംപിന്റെ ഏകദേശ ബേസ് ഇവന്മാർ തകർക്കാൻ എല്ലാ സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ ഇറാൻ്റെ ഒപ്പം റഷ്യയും സഹായിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചൈനയും സഹായിക്കുന്നുണ്ട്. പല രീതിയിലും പല സാധനങ്ങളും കൊടുത്തിട്ട് എന്തായാലും നമുക്ക് നോക്കാം എന്തായിരിക്കും ഇറാന്റെ സ്ഥിതി എന്നൊക്കെ. പ്രിയ സുഹൃത്തുക്കളെ, ഒരു കാര്യം മനസ്സിലാക്കണം. പല ആളുകളും ഇറാനെതിരെ വളരെ മോശപ്പെട്ട രീതിയിൽ കമന്റ് അടിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക, ഈ ഇറാൻ ഏത് രാജ്യത്തിനാണ് നശിപ്പിച്ചത്? ഒരു രാജ്യത്തിന്റെ പേര് നിങ്ങൾ കമന്റിൽ പറയും. ഒരു രാജ്യം ഇറാനെതിരെ എന്തുകൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത്? ഇവരെ സംബന്ധിച്ചോളം, അമേരിക്കയെ സംബന്ധിച്ചോളം കുഞ്ഞു നിൽക്കണം. എല്ലാ രാജ്യങ്ങളും അങ്ങനെ കുനിഞ്ഞു നിന്നുകൊണ്ട് അവർ പറയുന്നത് കേൾക്കണം. ഇപ്പം നമ്മൾ എടുത്ത് നോക്കി UAE, അതേപോലെ തന്നെ ഖത്തർ, അതേപോലെ തന്നെ പല അറബ് രാജ്യങ്ങൾ, ബഹ്റൈൻ എല്ലാം അമേരിക്ക പൗരന്മാർക്ക് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ എയർപോർട്ട് വഴി കൂടെ ഒരു ഉദാഹരണത്തിന് പോകുന്നതടക്കം നമുക്ക് കാണാൻ പറ്റും. അവർക്ക് വേണ്ടി സ്പെഷ്യൽ വഴികൾ, അവരുടെ പാസ്പോർട്ട് എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ അറബികൾ ഓടിപ്പോയിട്ട് ആ പാസ്പോർട്ട് ആകെ എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ എല്ലാ കാര്യം ശരിയാക്കിയിട്ട് അവന്മാരെ പറയിച്ചു അല്ലേ. മറ്റുള്ള രാജ്യക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പുച്ഛമാണ്. പക്ഷെ അമേരിക്ക പൗരന്മാരെ കാണുമ്പോൾ തൊഴുത് നിൽക്കും. അതാണ് അവർക്ക് ആവശ്യം. അപ്പൊ ഈ ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഒരിക്കലും ഇവന്മാരോട് തൊഴുത് നിൽക്കൂല. അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. അവർക്ക് തൊഴുതു നിൽക്കുന്ന എല്ലാ രാജ്യത്തെയും അവർ സപ്പോർട്ട് ചെയ്യും, ഉയർത്തിക്കൊണ്ടുവരും. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, UAE ലോകത്തിലുള്ള എല്ലാ സംഭവങ്ങളും നമ്പർ 1 ആകുന്നുണ്ടല്ലോ. അത് എങ്ങനെ ഇവന്മാർക്ക് സഹിക്കാൻ പറ്റുന്നത്, എങ്ങനെ ഇവർ അംഗീകരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ തലപ്പത്ത് ഇവന്മാർ തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടല്ലേ ഇവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് കൂടുതലും UAE. ഒന്നാലോചിച്ച് നോക്ക് അല്ലേ. എന്തായി ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 ലക്ഷം പ്രവാസികൾ അവിടുത്തെ ജോലികൾ ഉപേക്ഷിച്ചിട്ട് നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇവരുടെയൊക്കെ ജോലികൾ പ്രതിസന്ധിയാകാനൊക്കെ സാധ്യതയുണ്ട്. ഇനിയും ലക്ഷക്കണക്കിന് പ്രവാസികളുടെ ജോലികൾ പോകാനൊക്കെ സാധ്യതയുണ്ട്. പല അമേരിക്കൻ കമ്പനികളോടും ട്രംപ് എന്ന് പറയുന്ന വിവരം കെട്ടവൻ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെ കമ്പനിയൊക്കെ കൂട്ടിയിട്ട് ഇവിടെ നിന്നോ, സേഫായിട്ട് ജീവൻ രക്ഷപ്പെടുത്തിക്കുമെന്നാണ് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, മുതലൊക്കെ പോയാൽ പോട്ടെ എന്ന് പറയുന്നത്. അലിച്ച് നോക്കി ഈ പൊട്ടൻ. അപ്പോൾ ഈ പൊട്ടൻ ഉണ്ടാക്കി വെച്ച ഈ ഒരു കാര്യം കൊണ്ട് വലിയ രീതിയിൽ ഓരോ കുടുംബങ്ങളും അനുഭവിക്കുകയാണ്. സാമ്പത്തികമായിട്ടും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് എന്ത് ആവശ്യമുണ്ട്? ഇങ്ങനത്തെ ഒരു ആവശ്യം ചെയ്യേണ്ട കാര്യം എന്തുകൊണ്ടാണ് ഇവന്മാർക്ക്? ഈ ലോക പോലീസ് അമയുന്നവന്മാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്? സ്പെഷ്യലായിട്ട് പറയാൻ പോയി കഴിഞ്ഞാൽ ഈ ലോക പോലീസ് അമയം ചെയ്യുന്ന ബങ്കർ വിളിപ്പ് ഒളിഞ്ഞടക്കും ചെയ്യും. നോക്കുക, ഈ ഒരു വീഡിയോ നോക്കി നിങ്ങൾ എല്ലാ ബങ്കർ വിളിപ്പ് ഒളിഞ്ഞടക്കുന്നത്. ലോകങ്ങളെ യുദ്ധത്തിന് വിളിക്കുക ഒരു രാജ്യത്തിന്, എന്നിട്ട് ഒളിഞ്ഞടക്കുന്നത് ബങ്കറിൽ. ഇത്രയും വിവരം കെട്ടവന്മാർ. അപ്പോൾ ഈ ബങ്കറിലൊക്കെ എന്തിനാ ഒളിഞ്ഞ് നടക്കേണ്ട ആവശ്യം? യുദ്ധങ്ങൾ ചെയ്യാതിരുന്നപ്പോൾ ശക്തമായിട്ടൊന്നും കൂടെ തീർച്ചയായിട്ടും ഈ രാജ്യങ്ങളിലുള്ള പൗരന്മാരെല്ലാം പ്രതികരിക്കേണ്ടതുണ്ട്. ഇങ്ങനത്തെ ഭരണാധികാരികളെ വലിച്ചിട്ട് ചവിട്ടി അവിടെ തന്നെ പുറത്തേണ്ട കാര്യങ്ങളുണ്ട്. അതൊക്കെ ചെയ്യാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് ഇന്ന് ലോകത്തിലെ ഓരോ പൗരനും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, ഈ നരഭോജകനെ കുറിച്ച് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റിൽ പറയുക.